എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു ഉടുപ്പി സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിതുവരെ ചാനലിൽ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടൊരു സാമ്പാർ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിപ്പി ഒരു ഉടുപ്പി സാമ്പാറിൻ്റെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമുക്കെല്ലാം അറിയാം, ഉടുപ്പി സാമ്പാർ എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് ഉടുപ്പി സാമ്പാർ. ഉടുപ്പി ഡിഷസ് എല്ലാം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഉടുപ്പി സാമ്പാർ നല്ല സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ളൊരു സാമ്പാറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ അപ്പം തന്നെ പൊടിച്ചുണ്ടാക്കുന്ന സാമ്പാർ മസാലയാണ് ഇതിൽ ചേർക്കുന്നത്. അരച്ചോ പൊടിച്ചോ ചേർക്കാം. അപ്പോൾ പൊടികളൊക്കെ പരിപ്പ് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഒക്കെ വറുത്തിട്ട് ചേർക്കുന്ന സാമ്പാറാണ്. അപ്പോൾ പാകത്തിനൊക്കെ വറുത്തെടുത്താലേ അതിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ മാത്രമല്ല ഇതിൽ ഉപയോഗിക്കുന്ന മുളക്, അത് ബേഡഗി ചില്ലി എന്ന് പറയും. അത് എനിക്ക് കിട്ടിയിട്ടില്ല. അതിന് പകരം ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബേഡഗി ചില്ലി കിട്ടുകയാണെങ്കിൽ അത് ചേർക്കുക. അതാണ് ഇതിൻ്റെ യഥാർത്ഥ റെസിപ്പിയിലുള്ള മുളക്. വലിയ വ്യത്യാസമൊന്നുമില്ല ബേഡഗി ചില്ലിയും കാശ്മീരി ചില്ലിയായിട്ട്. രണ്ടും ഒരുപോലെ തന്നെ കളർ കൂടുതൽ കൊടുക്കും, എരിവ് കുറവാണ്, അത്രേ ഉള്ളൂ. പിന്നെ ഇത് കർണാടക സ്റ്റൈൽ ഉടുപ്പി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് തേങ്ങ വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ റിച്ച് ടെക്സ്ചർ കിട്ടും, കുറച്ചുകൂടെ കട്ടിയുള്ള സാമ്പാർ കിട്ടും. അപ്പോൾ ഞാനിവിടെ തേങ്ങ അരയ്ക്കുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉടുപ്പി സാമ്പാർ പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിലേക്കായിട്ട് ഞാനിവിടെ ഒരു 15 കാശ്മീരി ചില്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. കാശ്മീരി ചില്ലി നല്ലതായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിരിക്കുന്ന മുളകാണിത്. നിറയെ പെസ്റ്റിസൈഡ്സും പൊടിയും അഴുക്കുമൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ വേണ്ടത് കടലപ്പരിപ്പ്, മല്ലി, ഉലുവ, ഉഴുന്നുപരിപ്പ്, ഇതൊക്കെയാണ്. അപ്പോൾ ഞാനിതിൻ്റെ ടേബിൾ സ്പൂൺ ഒന്നും പറയുന്നില്ല. നമ്മൾ ഏത് സ്പൂണിലാണ് എടുക്കുന്നത് അതിൻ്റെ 2 ഭാഗം കടലപ്പരിപ്പ്, 4 ഭാഗം മല്ലി, 1/4 ഭാഗം ഉലുവ, 1/2 ഭാഗം ഉഴുന്നുപരിപ്പ്, ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഏത് സ്പൂണാണോ അളക്കുന്നത് അതിൻ്റെ 2, 4, 1/4, 1/2 ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. ടേബിൾ സ്പൂൺ, ടീസ്പൂണൊന്നുമില്ല. നമുക്ക് എത്ര അളവിലാണോ സാമ്പാർ വയ്ക്കുന്നത് അതിനനുസരിച്ചുള്ള ടീസ്പൂണോ ടേബിൾ സ്പൂണോ ഒക്കെ ആക്കി മാറ്റിയാൽ മതി അതിനെ. പിന്നെ വേണ്ടത് കടുക് വറുക്കാൻ ആവശ്യമുള്ള കടുക്, ഒരല്പം ജീരകം, ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ കട്ടിക്കായമാണ് ഇതിന് നല്ലത്. കാരണം നമ്മൾ ഈ നമ്മൾ ഈ മസാല റോസ്റ്റ് ചെയ്താണ് എടുക്കുന്നത്. അപ്പം മുഴുവനെ ഉള്ള മല്ലി, മുളക് ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. പൊടിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മുഴുവനെ ഉള്ള മല്ലിയും മുളകും ഇതുപോലത്തെ കായമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറായിരിക്കും. ഞാൻ പലതവണ ഈ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഈ സാമ്പാർ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ പുളി ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്ത് പിഴിഞ്ഞ് അരിച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. പിന്നെ ശർക്കര ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്, ഏകദേശം 1 ടേബിൾ സ്പൂൺ വരും. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ്, അത് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് റെഡിയാക്കി വെക്കേണ്ടത്. ഇനി പച്ചക്കറി എന്താണെന്ന് നോക്കാം. അപ്പോൾ പച്ചക്കറിയായിട്ട് ഞാനിവിടെ തക്കാളി, ചുവന്നുള്ളി, മുരിങ്ങയ്ക്ക, പച്ചമുളക്, കത്തിരിക്ക, ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. മുരിങ്ങയ്ക്ക ഇവിടെ വട്ടത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ മുറിക്കാം. അപ്പോൾ ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മുളക് ഇട്ട് വറക്കാം. മുളക് വറുത്ത് അതിൻ്റെ പാകം എന്ന് പറയുന്നത് അത് ഒടിയുന്ന ഒരു സ്റ്റേജ് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഒടിഞ്ഞ് വരണം, അതാണ് അതിൻ്റെ പാകം. പിന്നെ അതിൻ്റെ ഞെടുപ്പ് മാറ്റാതെ വേണം നമ്മൾ വറക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ സീഡ്സൊക്കെ വെളിയിൽ വന്നിട്ട് അത് കരിഞ്ഞു പോവും മുളക്. അപ്പോൾ അതിൻ്റെ ഞെടുപ്പോട് കൂടി തന്നെ വറുത്തെടുക്കണം. അത് അരയ്ക്കാൻ നേരത്തെ നമുക്കത് മാറ്റിക്കൊടുക്കാം. ഇനി പരിപ്പുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പിനാണ് കൂടുതൽ സമയം ആവശ്യം, അപ്പോൾ അത് ആദ്യം ഇട്ട് കൊടുക്കാം. അതിൻ്റെ പുറകിൽ ഉഴുന്നിട്ട് കൊടുക്കാം. അത് ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും
ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും ഒന്ന് ചൂടാവുമ്പോഴേക്കും മല്ലി ഇട്ട് കൊടുക്കാം. ഏറ്റവും അവസാനം കായവും ജീരകവും ഇട്ട് കൊടുക്കാം. അപ്പോൾ കടലപ്പരിപ്പ്, ഉഴുന്ന്, ഉലുവ, മല്ലി, കായം, ജീരകം ഈ ഒരു ഓർഡറിൽ വേണം ഇട്ട് കൊടുക്കാൻ. എല്ലാം ചെറിയ തീയിൽ വേണം മൂപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോവും. കായമൊക്കെ റെഡിയാകുമ്പോഴേക്കും ഇങ്ങനെ പൊള്ളി വരും. ഇനി മല്ലി പാകമായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്കൊന്ന് ഞെരടി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതൊന്ന് പൊടിഞ്ഞു വരും. അതാണ് അതിൻ്റെ സ്റ്റേജ്. അപ്പോൾ ഇങ്ങനെ പൊടിയുന്ന സ്റ്റേജ് എത്തുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുപ്പിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക്, ഉഴുന്നുപരിപ്പ്, ജീരകം ഒക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പുറകെ നമുക്ക് ഓരോ വെജിറ്റബിൾസ് ആയിട്ട് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചക്കറിയൊക്കെ നന്നായിട്ട് വഴറ്റണം. വഴറ്റുന്തോറും അതിന് ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അതിനിടയ്ക്ക് അതിന് ഉപ്പും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും അതിൽ ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളി നേരത്തെ ചേർക്കാത്തത്, പുളി ചേർത്താൽ അത് പിന്നെ വേവാൻ പ്രയാസമായിരിക്കും പച്ചക്കറികൾ. അപ്പോൾ പച്ചക്കറി ഒന്ന് റെഡിയായതിന് ശേഷം മാത്രം പുളി ചേർത്ത് കൊടുക്കാം. പുളി ചേർത്ത് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. അതിനുശേഷം അതിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഏകദേശം 10 മിനിറ്റോളം ചെറിയ തീയിലത് മസാല എല്ലാം കഷ്ണത്തിൽ പിടിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഏറ്റവും അവസാനം ശർക്കരയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് 10 മിനിറ്റ് 15 മിനിറ്റ് അടച്ചു വെച്ചിട്ട് കഷ്ണത്തിലൊക്കെ എല്ലാം പിടിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഉടുപ്പി സാമ്പാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജറാനാസ് കിച്ചൺ എന്ന് പറഞ്ഞ FB പേജിൽ ലൈക്ക് ചെയ്യുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ജറാനാസ് കിച്ചൺ. ബൈ ബൈ.